17ാമത് ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് നടക്കുകയാണ്. പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ പകൽ 10 മുതൽ 5 വരെയാണ് പോളിംഗ് നടക്കുക. ഭാരത് രാഷ്ട്ര സമിതിയും അഥവാ BRSഉം BJDയും ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ നിന്നും വിട്ടുനിൽക്കുമെന്ന് അറിയിക്കുകയും ചെയ്തതാണ്. അകാലിദളും എത്തിയിട്ടില്ല. മഹാരാഷ്ട്ര തമിഴ്നാട് ഗവർണറായിരുന്ന CP രാധാകൃഷ്ണനാണ് NDAയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി. സുപ്രീം കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് B സുദർശൻ റെഡ്ഡിയാണ് പ്രതിപക്ഷമായ ഇന്ത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. തിരഞ്ഞെടുപ്പിൽ അട്ടിമറികൾ ഒന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ NDA സ്ഥാനാർത്ഥി CP രാധാകൃഷ്ണന് വിജയം ഉറപ്പാണ്. 2002 ബൈരോൺ സിംഗ് ഷെഖാവത്തിന് ശേഷം കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്ന ഉപരാഷ്ട്രപതിയാകും രാധാകൃഷ്ണൻ എന്നാണ് വിലയിരുത്തൽ. ഷെഖാവത്തിന്റെ ഭൂരിപക്ഷം 149. ഇന്ന് രാത്രി 8 മണിയോടെ ആര് ജയിച്ചെന്ന ഫലം വരും. തെലങ്കാനയിലെ യൂറിയ ക്ഷാമത്തോടുള്ള സർക്കാരിന്റെ നിസ്സംഗതയ്ക്കെതിരായ പ്രതിഷേധ സൂചകമായിട്ടാണ് വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുന്നതെന്ന് BRS വർക്കിംഗ് പ്രസിഡന്റ് KT രാമറാവു പറഞ്ഞു. ലഭ്യമായിരുന്നുവെങ്കിൽ നൺ ഓഫ് ദി എബോവ് ഓപ്ഷൻ പാർട്ടി തിരഞ്ഞെടുക്കാമായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. BRSനും BDSനും കൂട്ടി 11 MP-മാരാണ് ഉള്ളത്. ജഗ്ദീപ് ധൻഖർ ജൂലൈ 21-നാണ് രാജിവെച്ചത്. ലോക്സഭ രാജ്യസഭ MP-മാരാണ് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നതിനുള്ള ഇലക്ട്രൽ കോളേജ് അംഗങ്ങൾ. 782 നിലവിലെ ഇലക്ട്രൽ കോളേജ് സംഖ്യ. ജയിക്കാൻ 392 വോട്ട്. BJPക്ക് 341 MP-മാരുണ്ട്. NDAയിൽ 426 പേരും. കണക്കുകളിൽ NDAക്ക് ജയം ഉറപ്പാണ്. എന്നാൽ ക്രോസ് വോട്ടിംഗ് സാധ്യത ഏറെയാണ്. ഇത് ആർക്ക് അനുകൂലമാകുമെന്നാണ് ശ്രദ്ധേയം. ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ വിപ്പ് നൽകാൻ പാർട്ടികൾക്കാകില്ല. ആർക്ക് വേണമെങ്കിലും ആർക്കും വോട്ട് ചെയ്യാം. ഇതിന് രഹസ്യ സ്വഭാവവും ഉണ്ടാകും. ഈ സാഹചര്യത്തിൽ MP-മാർ അവർക്ക് ഇഷ്ടമുള്ളവർക്ക് വോട്ട് ചെയ്യും. BJPയിലും പ്രതിപക്ഷത്തും അവരുടെ പക്ഷവുമായി തെറ്റി നിൽക്കുന്ന ചില MP-മാരുണ്ട്. ഇവരുടെ വോട്ട് ഇവിടെ എവിടെ വീഴുമെന്നാണ് നിർണായകമായിട്ടുള്ളത്. ഉദാഹരണത്തിന് കോൺഗ്രസുമായി തെറ്റി നിൽക്കുന്ന ശശി തരൂർ ആർക്ക് വോട്ട് ചെയ്താലും മറ്റൊരാൾക്കും അത് അറിയാനാകില്ല. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ സ്ഥാനാർത്ഥിക്ക് തരൂർ വോട്ട് ചെയ്തു എന്ന് ആർക്കും ഉറപ്പിക്കാനും കഴിയില്ല. ഇതിന് സമാനമായി നിരവധി MP-മാർ പ്രതിപക്ഷത്തുണ്ട്. ഈ വോട്ടുകളെല്ലാം CP രാധാകൃഷ്ണൻ എത്തുമെന്ന് കരുതുന്ന BJPക്കാരുണ്ട്. എന്നാൽ BJPയിലെ വോട്ടുകൾ വൻതോതിൽ സുദർശൻ റെഡ്ഡിക്ക് കിട്ടുമെന്നാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ആരായിരിക്കും ഉപരാഷ്ട്രപതി എന്നത്.